ദേ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് ആർക്കും ഒന്നും തോന്നണ്ട, രാവിലെ എണീറ്റിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ, മോർണിംഗ് ടൈമിലുള്ളതാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരാഴ്ചയായിട്ട് ഞാൻ നമ്മുടെ ഫേസ് മസാജ് ചെയ്യാറുണ്ട് നമ്മുടെ ഓയിൽ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളാണ് കേട്ടോ കാണുന്നത്. ഈ സംഭവം നമ്മൾ ഓയിലും ആലോവേറ ജെല്ലും കൂടെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ, ആ സംഭവമാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് ഞാൻ ഫേസ് മസാജ് ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല, പിമ്പിൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകരുത്. ഡീറ്റെയിൽഡ് ആയിട്ടാണ് വീഡിയോ പറയുന്നത്, അതുകൊണ്ടാണ് ഇത്തിരി ലെങ്തി ആയിട്ട് പോയേക്കുന്നത് കേട്ടോ. കാരണം നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് വേണം നിങ്ങൾ സ്കിൻ കെയർ ചെയ്യാനായിട്ട്. ഞാൻ എടുത്ത് പിടിച്ച് പറയാതെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ആർക്കൊക്കെ എന്നെ പോലുള്ള സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഫേസ് മസാജ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അത് കൊണ്ട് തന്നെ നല്ലൊരു ഗ്ലോ നമ്മുടെ ഫേസിൽ കിട്ടും കേട്ടോ. മാത്രമല്ല എക്സ്ട്രാ ഉള്ള ഫാറ്റും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയുവേ. ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുകയല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. ഇതിപ്പോൾ ആക്ച്വലി ഞാനൊരു വീഡിയോ എടുത്ത്, അതായത് എൻ്റെ മസാജിങ് വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ടാണ് കേട്ടോ വന്ന് ഞാൻ ഈ ഒരു ഇപ്പം സംസാരിക്കുന്നത്. കാരണം രാവിലെ ഉറക്കണിട്ടുടനെ ഫേസ് മസാജ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു സ്ഥലത്തിൽ വന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ കൊള്ളില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ സ്കിൻ കെയർ റുട്ടീനാണ്. അപ്പോൾ എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് ഓയിലി ആക്നി പ്രോൺ ആയിട്ടുള്ളൊരു സ്കിന്നാണ്. ഹോർമോണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടാണ് കേട്ടോ ആക്നീസ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു കറണ്ട് സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് പിമ്പിൾ ഒരുവിധം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. 1-2 പിമ്പിൾ അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. എന്നാൽ നല്ല രീതിയിൽ പിമ്പിൾ വന്ന മാർക്സുകളുണ്ട്. അത് PCOD ഉള്ള എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. പിമ്പിൾ വന്നു കഴിഞ്ഞാൽ അതെന്തായാലും നല്ല രീതിയിൽ അവിടെ ഒരു മാർക്കാവും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് എന്നെ പോലുള്ള സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ. ഇതൊരിക്കലും ഒരു ഡ്രൈ സ്കിന്നിനോ കോമ്പിനേഷൻ സ്കിന്നിനോ പറ്റിയതല്ല. ഇത് ഒരു ഓയിലി സ്കിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആക്നി പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ ഈ ഒരു റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ആക്നീസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആക്നി മാർക്സ് ഉണ്ടെങ്കിലോ അതിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീനാണ്. എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് തന്നൊരു സ്കിൻ കെയർ റുട്ടീൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളിൽ ഇത് കാണിക്കുന്നത്. നൈറ്റ് ഇങ്ങനെയല്ല, മോർണിംഗ് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എന്നൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസിൽ ഇപ്പോൾ പിമ്പിൾ ഇല്ലാത്തത് കൊണ്ട്, ഓക്കെ, പിമ്പിൾ 1-2 പിമ്പിൾ അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഒരു 3-4 ദിവസമായിട്ട് ഓയിൽ മസാജ് ഫേസിൽ കൊടുക്കുന്നത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യമേ ഞാൻ ഉറക്കം കഴിഞ്ഞ് നോർമലായിട്ട് വെള്ളത്തിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട്, ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യില്ല കേട്ടോ, ജസ്റ്റ് നോർമലായിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേഷ്യൽ മസാജ് ചെയ്യും. അതിപ്പോൾ രാവിലെ തന്നെ ചെയ്യണമെന്നില്ല, ദിവസത്തിൽ ഏതെങ്കിലും ഒരു വട്ടം ചെയ്താൽ മതി. ഡെയിലിയും ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുള്ള ആ മൂത്താവധിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ കുളിച്ചു. ഞാൻ രാവിലെ തല കുളിക്കാറില്ല, വൈകിട്ടാണ് തല കുളിക്കുന്നത്. അപ്പോൾ രാവിലെ കുളിച്ചു, പുറം കഴുകിയതിന് ശേഷം ഞാൻ അപ്പോൾ യൂസ് ചെയ്യുന്നത് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ മുഖം കഴുകുന്നത് കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണ് അഹാഗ്ലോ എസിൻ്റെ ഫേസ് വാഷ് ആണ് കേട്ടോ. ഇത് പിമ്പിൾ ഉള്ളവർക്കോ ആക്നി പ്രോൺ സ്കിൻ ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓയിലി കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. ഇത് അഹാഗ്ലോൻ്റെ ഫേസ് വാഷാണ്. ഇത് 565 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത്തിരി റേറ്റ് ഉണ്ട് എങ്കിലും നല്ലതാണ്. ഇതിൻ്റെ ചെറിയ ബോട്ടിലും വാങ്ങാൻ കിട്ടും കേട്ടോ. അതൊരു 300 രൂപയ്ക്കുള്ളിൽ കിട്ടുമെന്ന് തോന്നിയിട്ട്. ഇത് ഇത്തിരി വലുതാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ ബോട്ടിലും കിട്ടും കേട്ടോ വാങ്ങാനായിട്ട്. അപ്പോൾ അഹാഗ്ലോയുടെ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്ത് ഞാൻ മുഖം കഴുകിയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം നമുക്ക് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഓയിൽ മസാജ് കഴിഞ്ഞാൽ ഇപ്പോൾ പയറുപൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാനാണല്ലോ പറയുന്നതെന്നും. നിങ്ങളുടെ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെതൊരു പിമ്പിളൊക്കെ വരുന്ന സ്കിന്നായതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ നിൽക്കില്ല. ഓയിലിൻ്റെ മയം ഫുള്ളായിട്ട് ഞാൻ കളയും കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്ത് മുഖം കഴുകിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതെൻ്റെ പല വീഡിയോസിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അതായത് മുന്നേ ഉള്ള എൻ്റെ സ്കിൻ കെയർ റൊട്ടീനിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എക്കോബെറിയുടെ സിക്ക നിയാസിനമൈഡ് ആയിട്ടുള്ള ഹൈഡ്രോളിക് ആസിഡൊക്കെയുള്ള എസൻസ് ആണ് കേട്ടോ ഇത്. ഇത് നമ്മുടെ സ്കിന്നൊന്നും
സ്കിന്നിൽ ഈ പിമ്പിളും കാര്യങ്ങളൊക്കെ വന്നിട്ട് പോയിട്ട് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന സ്കിന്നൊക്കെ ഒന്ന് സ്മൂത്ത് ആവാനും ഒന്ന് കാം ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഓപ്പൺ പോസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഹൈഡ്രലോണിക് ആസിഡ് ഉള്ളതുകൊണ്ട് നമുക്ക് സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് 623 റേറ്റ് ഇതിൽ കിടക്കുന്നത്. ഇതൊരു 500 രൂപയ്ക്ക് ഒക്കെ കിട്ടും കേട്ടോ ഓൺലൈനിൽ. 500 രൂപയ്ക്ക് 550 ആ റേറ്റിനൊക്കെ നമുക്കിത് ഓൺലൈനിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് എസൻസ് ആണ്. ഞാൻ ടോണർ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇപ്പം ഞാൻ ടോണർ യൂസ് ചെയ്യുന്നതിൽ വളരെ മിനിമൽ ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീനാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഇതാ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്കൊരു കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും നോർമൽ സ്കിൻ ആണെങ്കിലും ഈവൻ ഡ്രൈ സ്കിൻ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഈ കാണിക്കുന്ന ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ദേ കുറച്ച് ഞാനിങ്ങനെ കയ്യിലെടുക്കുക. ഇത് കുറച്ച് വെറ്റായിട്ടിരിക്കുന്ന സ്കിന്നിൽ വേണം കേട്ടോ ഇടാനായിട്ട്. ഇപ്പോൾ എൻ്റെ സ്കിന്ന് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് വന്നിരുന്ന കാര്യം പറഞ്ഞുകൊണ്ട്, ഇല്ലെങ്കിൽ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ചെറിയ നനവോട് കൂടി തന്നെ ഇത് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ സ്കിന്നിലും. ഇങ്ങനെ തേച്ച് വെക്കരുത് കേട്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാനേ പാടുള്ളൂ. എനിക്കിത് നല്ല രീതിയിൽ എൻ്റെ ഓപ്പൺ പോർസ് ഒക്കെ കുറച്ചൊന്നും കുറയാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ സ്കിൻ ഇപ്പോൾ ഫുള്ള് ക്ലിയർ ആയി നല്ല പറയുന്നത്. ആക്നെ മാർക്സ് ഉണ്ട്, പക്ഷെ നല്ല രീതിയിൽ എനിക്കത് കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ തുടർന്നൊരു 2 മാസത്തോളം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു മാറ്റം വരും കേട്ടോ. ഇനി ഇത് നമ്മളൊന്ന് ഉണങ്ങാൻ വിടണം കേട്ടോ. എല്ലാം കൂടെ നമ്മൾ സ്കിൻ കെയറിൽ ചെയ്യുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടെ വലിച്ചു വാരി മുഖത്തിടും. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇടുന്നതും അബ്സോർബ് ആവാൻ വേണ്ടി കുറച്ച് ടൈം കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ എല്ലാം കൂടെ വലിച്ചു വാരി ഇടുമ്പോഴത്തേക്ക് ഒന്നിൻ്റെ മേളിൽ ഒന്ന് പെട്ടെന്ന് ലെയറപ്പ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ആവുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പിമ്പിളും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാതെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സ്കിൻ കെയർ ഹർബറിയായിട്ട് ചെയ്യേണ്ട കാര്യമല്ല, കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ. മുന്നേയൊക്കെ എനിക്ക് പറ്റിയിരുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ സാധനവും ഇടും. ഈ കൊറിയക്കാരുടെ 10 സ്റ്റെപ്പ് ആ ഒരു സ്കിൻ കെയർ റൊട്ടീനൊക്കെ ഭയങ്കര വൈറലായ സമയത്ത് ഞാൻ അതൊക്കെ ചെയ്യുമായിരുന്നു. ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് അത്ര ആവശ്യമില്ല നമ്മുടെ സ്കിന്നിൽ. മിനിമൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് മതി നമ്മുടെ സ്കിന്ന് നല്ലതാക്കാനെന്നുള്ളത് ഞാൻ പഠിച്ചെടുക്കാനായിട്ട് 1.5-2 വർഷത്തോളം എടുത്തു കേട്ടോ. ഈ 1.5-2 വർഷത്തിനിടയിൽ തന്നെ ഒരുപാട് പ്രോഡക്ട്സ് വാങ്ങി, എൻ്റെ സ്കിന്നിന് പറ്റാത്തത് വാങ്ങി, ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യാതെ ക്യാഷ് പോയ പല ഐറ്റംസും എൻ്റെ കയ്യിലുണ്ട്. അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്നെയിൽ മ്യൂസിൻ ഇല്ലേ, സ്നെയിൽ മ്യൂസിൻ സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ലത് ഡ്രൈ സ്കിന്നിന്. ആക്നെ പ്രോൺ സ്കിന്നിന് അത് നല്ലതല്ല. പക്ഷേ അത്രയും രൂപ എടുത്ത് 1200 രൂപ കൊടുത്ത് ഞാനത് വാങ്ങിയിട്ട് ഞാൻ ആകെ ഒരു നുള്ളു മാത്രമേ അതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം എനിക്ക് പിമ്പിൾ വരുന്നുണ്ട് അതിടുമ്പോൾ. ചിലർക്ക് പിമ്പിൾ വരുന്നില്ലെന്ന് ഞാൻ കേട്ടു, പക്ഷെ ചിലർക്ക് നല്ല രീതിയിൽ ഓയിലി സ്കിൻ ആണെങ്കിൽ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ പിമ്പിൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് വേസ്റ്റായി പോയി. അങ്ങനെ പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഹൈപ്പ് കണ്ടിട്ട് വാങ്ങിയിട്ട് വേസ്റ്റായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം കേട്ടോ വാങ്ങാനായിട്ട്. അല്ലാതെ ഹൈപ്പ് കണ്ടിട്ടോ റെക്കമെൻഡേഷൻ കണ്ടിട്ടോ വാങ്ങരുത്. അപ്പോൾ ഇത് പക്ഷേ എല്ലാ സ്കിന്നിനും പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഓപ്പൺ പോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങി യൂസ് ചെയ്താൽ നല്ലതാണ്. ഇപ്പോൾ ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ അതൊന്ന് കാം ഡൗൺ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഈ എക്കോബെറിയുടെ എസൻസ് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, ഒരുവിധം നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സെറാണ് കേട്ടോ. സെറം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ പിമ്പിൾസ് ഉണ്ട്, അതേപോലെ തന്നെ പിമ്പിൾ മാർക്ക് നല്ല രീതിയിലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റിയ ഒരു സെറം ഞാൻ തപ്പി നടന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്ന ഒരു സെറാണ് ഈ ഒരു ഡെർമാക്കോൻ്റെ സെറാണ് കേട്ടോ. ഇത് ട്രാൻസീലിയാക് പിഗ്മെന്റേഷൻ കറക്ഷൻ ക്രീമാണ് കേട്ടോ. ഇതിൽ 3% ട്രാൻക്സേമിയാക് ആസിഡും 10% അസീലിയാക് ആസിഡും ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ പിഗ്മെന്റേഷൻ ഒരുവിധം ഒന്ന് പിഗ്മെന്റേഷൻ അല്ല, പിമ്പിൾ ഒരുവിധം ഒന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അസീലിയാക് ആസിഡ് ഒരു 2% ഉള്ള ക്രീം വാങ്ങിയിട്ട് ഞാൻ ആദ്യം ഫസ്റ്റ് എൻ്റെ ഫേസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു.
അത് ഞാൻ ഒരു 1-2 ആഴ്ച ഇട്ടു. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളോ പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും അതുകൊണ്ട് വരുന്നില്ല, എൻ്റെ സ്കിന്നിൽ അത് പ്രശ്നമില്ല എന്നറിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടെ അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ കൂട്ടി കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ ഒരു 2% ആയിരുന്നു യൂസ് ചെയ്തത്. ഇപ്പോൾ ഇത് ട്രാൻസീമിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷൻ, ഭയങ്കരമായിട്ടുള്ള പിഗ്മെൻറ്റേഷനോ ആക്നെ സ്പോട്സോ ഉണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാൻസീമിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. അതേപോലെ അസീലിയക് ആസിഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു 2% ഉള്ളതായിരുന്നു ഞാൻ ഫസ്റ്റ് എൻ്റെ ഫേസിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് ഇതിലിപ്പോൾ 10% ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം ക്രീമാണ് യൂസ് ചെയ്തത്, ഇപ്പോൾ സെറാണ് യൂസ് ചെയ്യുക. ഈ അസീലിക് ആസിഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരുവിധപ്പെട്ട ചെറിയ ചെറിയ പിമ്പിൾസും കാര്യങ്ങളും ആക്നെ വന്നിട്ടുണ്ടെങ്കിൽ ആക്നീസ് പോകാനാണെങ്കിലും നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനായിട്ട് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിന്നിന് അത് നല്ലതായതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ വൈറ്റമിൻ സി ഭയങ്കര സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാൻ. ചിലർക്കൊന്നും അത് ഒട്ടും പറ്റില്ല കേട്ടോ. പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് തൊടാനേ പാടില്ല. പിമ്പിൾസ് ഇല്ല, പിഗ്മെൻറ്റേഷനോ ആക്നെ സ്പോട്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ കോൺസെൻട്രേഷൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക കേട്ടോ വൈറ്റമിൻ സി. ഇനി അതല്ല, നിങ്ങൾക്കിപ്പോൾ ചെറിയ രീതിയിൽ പിമ്പിൾ മാർക്കോ പിഗ്മെൻറ്റേഷനോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു 2% ഒക്കെയുള്ള കോജിക് ആസിഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രാൻസീമിക് ആസിഡ് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഡെർമാക്കോൻ്റെ ഒരു സെറാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഈ പിഗ്മെൻറ്റേഷന് നമ്മൾ ഏതാണ്, അല്ലെങ്കിൽ ആക്നെ സ്പോട്സ് വരുമ്പോൾ നമ്മൾ ഏത് സെറമാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട്, ഏത് രീതിയിലുള്ള ഈ പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ എങ്ങനത്തെയാണ് സെറം യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതെടുത്തിട്ടുണ്ട്. ഇതൊരുമാതിരി എസൻസ് കണക്ക് തന്നെയാണ് കേട്ടോ ഇരിക്കണേ. അപ്പോൾ ഇത് ഒരു പമ്പ് എടുത്തതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഫേസിൽ ഇതും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, എനിക്ക് നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത്. കാരണം ഈ പിമ്പിൾ വന്നിട്ട് പോകുമ്പം വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പിമ്പിൾസ് വരുന്നൊരു ഫേസ് ആണെങ്കിലോ, നിങ്ങൾക്ക് ഒരുപാട് ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിലോ നിങ്ങൾക്കിത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയാൽ മതി. ഇതിന് ഇത്തിരി റേറ്റ് കൂടുതലായിരുന്നു കേട്ടോ. ഇത് 649 രൂപയാണ് ഇതിൽ MRP കിടക്കുന്നത്. പക്ഷെ ഞാനും വലിയ അങ്ങോട്ട് ഡിഫറൻസോ ഓഫറോ ഒന്നും ഇതിനുണ്ടായിരുന്നില്ല. ഞാനൊരു 600 രൂപയ്ക്കാണ് കേട്ടോ ഈ സാധനം വാങ്ങിയത്. വളരെ കുറച്ചേ ഉള്ളൂ, എന്നാലും നല്ല റിസൾട്ട് തോന്നി. ഞാനിതിപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ആക്നെ മാർക്സ് ഒക്കെ ഒരുവിധം മങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിമ്പിൾ പുതിയതായിട്ട് അങ്ങനെ വരുന്നില്ല, വന്നത് പോവാനായിട്ട് ടൈം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ, ഡെർമാക്കോയുടെ ആണ്. അപ്പോൾ ഇതൊന്ന് ഉണങ്ങട്ടെ. നല്ല രീതിയിൽ സ്കിന്നിൽ അബ്സോർബ് ആയി കഴിയുമ്പോൾ അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ B5 എന്ന് പറയണ നമ്മുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതും നിങ്ങൾക്കൊരു കോമ്പിനേഷൻ സ്കിന്നാണ്. ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഈവൻ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യേണ്ട കേട്ടോ. കാരണം ഡ്രൈ സ്കിന്നിന് അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊരു ഓയിലി ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ നല്ലതാണ്. ഇതിടുമ്പോൾ അങ്ങനെ പിമ്പിൾ വരുന്നില്ല, മാത്രമല്ല നല്ല ഹൈഡ്രേഷനും ഉണ്ട് കേട്ടോ. ഇതിൽ സിങ്ക് ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, കോപ്പർ ഉണ്ട്, ഹൈഡ്രോളിക് ആസിഡ് ഉണ്ട്, പിന്നെ ബെൻറ്റൈൻ ഉണ്ട് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ്, ഓയിൽ ഫ്രീ ആണ്. നല്ലതാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം ഈ ട്യൂബ് തീരാറായി, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ഇതിടാം മുഖത്തിന് അടുത്ത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് കാണും, നിങ്ങളുടെ ഒരു ഓയിലി ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. ഉണ്ട് കേട്ടോ, എല്ലാ സ്കിന്നിനും മോയ്സ്ചറൈസർ ആവശ്യമുണ്ട്. നിങ്ങളപ്പോൾ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു നല്ല മോയ്സ്ചറൈസർ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. മോയ്സ്ചറൈസർ നമ്മൾ ഡോട്ടായിട്ട് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എങ്കിലാണ് സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബ് ആവുള്ളേ. അപ്പം നമ്മൾ നമ്മുടെ മോയ്സ്ചറൈസർ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് ഉണങ്ങട്ടെ. ഇത് ഉണങ്ങിയിട്ട് വേണം നമ്മൾ അടുത്തതായിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ. ഞാൻ സൺസ്ക്രീനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ ആണ് കേട്ടോ. ഇതിൽ ബെറി ബ്രൈറ്റ് സൺസ്ക്രീൻ ഉണ്ടല്ലോ, ഇതാണ് SPF 50 ഒക്കെ ഉള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഏതൊരു സ്കിൻ ടൈപ്പ് ആണെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. ചെറുതായിട്ട് ഒരു പൊടിക്ക് എവിടെയോ ഒരു ഓയിലി ഫീൽ ഉണ്ടെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ അത് മാറും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീനാണ്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്,
എനിക്ക് അറാട്ട എന്ന് പറയുന്ന സൺസ്ക്രീൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു സെയിം കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീനും വരുന്നത്. അപ്പോൾ ഞാനിതിപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും എൻ്റെ സ്കിന്നിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു മോയ്സ്ചറൈസർ ഉണങ്ങിയിട്ട് നമുക്ക് സൺസ്ക്രീൻ ഇടാൻ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സെറം ഒക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് സൺസ്ക്രീൻ ഇട്ട് പുറത്ത് പോകുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യരുത് കേട്ടോ. നമ്മളൊരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നമ്മൾ ഈ സൺസ്ക്രീന് ഒരു നമ്മുടെ സ്കിന്നിനുള്ള ഒരു പ്രൊട്ടക്ഷനാണ് കേട്ടോ. സൺസ്ക്രീൻ യൂസ് ചെയ്താലും നമ്മുടെ സ്കിന്നിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാനായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് മോയ്സ്ചറൈസർ വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് മോയ്സ്ചറൈസർ ഇട്ടിട്ട് മാത്രം സൺസ്ക്രീൻ യൂസ് ചെയ്യുക. നിങ്ങൾ വീടിനകത്ത് നിൽക്കുകയാണെങ്കിലും പുറത്ത് പോവുകയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സൺസ്ക്രീൻ വേണം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിനകത്ത് നിൽക്കുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ലായിരുന്നു. പുറത്ത് പോകുമ്പോൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര മടിയാണ് വീടിനകത്ത് നിൽക്കുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് ഞാൻ വീട്ടിനകത്ത് നിൽക്കുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ റീഅപ്ലൈ ചെയ്യാനൊന്നും ഞാൻ നിൽക്കാറില്ല, കാരണം വീട്ടിനകത്ത് തന്നെ ആണെങ്കിൽ. പക്ഷേ ഞാൻ ഉറപ്പായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ, ഭയങ്കര വെയിലത്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ 2 മണിക്കൂർ കൂടുമ്പം ഒന്ന് റീഅപ്ലൈ സൺസ്ക്രീൻ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടില്ല, നമ്മൾ ഈ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണല്ലോ പുറത്തു പോകണേ. അപ്പോൾ ഇതെങ്ങനെയാണ് റീഅപ്ലൈ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. മേ ബി നിങ്ങൾക്ക് വല്ല സൺസ്ക്രീൻ സ്പ്രേ ടൈപ്പ് വരുമല്ലോ, അതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. ഈ ക്രീമൊക്കെ ആണെങ്കിൽ നമ്മൾ മേക്കപ്പൊക്കെ ഇട്ട് പുറത്തു പോകുന്ന സമയത്ത് റീഅപ്ലൈ ചെയ്യുന്നത് നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ എന്തായാലും ഇത് ഒന്ന് നമുക്കിടാം കേട്ടോ. നമ്മൾ ഈ 2 ഫിംഗർ റൂളിലൊക്കെയാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയും. ഞാനിപ്പം എടുക്കുന്നില്ല, വീട്ടിൽ നിൽക്കുകയാണല്ലോ. ഓരോ അത്യാവശ്യ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇട്ടാൽ മതി. ഇതെന്ന് പറയുന്നത് ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തൊരു സൺസ്ക്രീനാണ് കേട്ടോ. ഇപ്പം അതിൻ്റെ പേരിൽ ഭയങ്കരമായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണല്ലോ നടക്കുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടറിയാം, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഒട്ടും തന്നെ മുഖത്ത് അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുണ്ടാക്കില്ല. എനിക്ക് ഈ ഭയങ്കര ഈ കട്ടി കൂടിയ സൺസ്ക്രീനും കാര്യങ്ങളും ഒന്നും ഇഷ്ടമല്ല കേട്ടോ. നമുക്ക് ഭയങ്കര ലൈറ്റ് ആയിരിക്കണം, നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് പോലും നമുക്ക് അറിയരുത്, അങ്ങനെയാണല്ലോ. ഇതേ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ സൺസ്ക്രീനും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും മതിയായിട്ട് ഒരു സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ. അപ്പം പിന്നെ ഞാൻ ഇതിൽ പൊടിക്കായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ഡേ ടൈമിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്കും കൂടെ ബാക്കിയും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങോട്ട് നിങ്ങളെ സൂം ചെയ്തുകൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ. ഞാൻ കാണിക്കാനായിട്ട് ഞാനൊരു ആയുർവേദ കാജൽ കണ്ണിൽ എഴുതി കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായ രീതിയിൽ എൻ്റെ പിരിവവും എൻ്റെ കൺപീലികളും നല്ല രീതിയിൽ പൊഴിയുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ അത് പൊഴിയുന്നുണ്ട്. നിങ്ങൾ കണ്ടറിയാം കൺപീലിയൊക്കെ കുറവാണ്. അപ്പോൾ ഞാൻ നല്ലൊരു കാജൽ, ഒരു ആയുർവേദ കാജലും ഞാൻ ഡെയിലി എൻ്റെ കണ്ണിലിപ്പോൾ എഴുതി കൊടുക്കാറുണ്ട്. കാരണം പീലിയൊക്കെ ഒന്ന് ഇച്ചിരി വളരാൻ വേണ്ടിയിട്ട്. എനിക്ക് കാസ്റ്റർ ഓയിൽ കണ്ണിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള കണ്ണായതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പം കണ്ണ് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവുകയും വെള്ളം വരികയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഒരു കാജൽ രാവിലെ എഴുതി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാനിത് എഴുതട്ടെ. ഞാനിവിടെ ഒരു ആയുർവേദിക് കാജലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡെയിലി യൂസിനൊക്കെ എടുക്കുമ്പം നല്ല ബ്രാൻഡിൻ്റെ കാജൽ നോക്കി തന്നെ വാങ്ങിക്കുക കേട്ടോ, കുറഞ്ഞതൊന്നും വാങ്ങാതിരിക്കുക. ഇതങ്ങനെ സ്മച്ച് പ്രൂഫ് ഒന്നും അല്ല കേട്ടോ, സ്മച്ച് പ്രൂഫ് ഒന്നും അല്ല. ഇത് എന്തായാലും ആയുർവേദ കാജലാണ്, അതുകൊണ്ട് തന്നെ ഇത് പടരും. എന്നാലും വലിയ അങ്ങോട്ട് പടർച്ചയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ കരി എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഇരിക്കട്ടല്ലേ, കാരണം ഇനി അടുത്ത സംഭവം ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എൻ്റെ ഐബ്രോ നല്ല രീതിയിൽ പൊഴിയുന്നുണ്ടെന്ന്. അപ്പോൾ ഐബ്രോയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് കാസ്റ്റർ ഓയിൽ, ഞാൻ വീണ്ടും പറയാണ്, ഓവറായിട്ട് ഓയിൽ ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം എനിക്ക് പിമ്പിൾ ഉള്ളതുകൊണ്ട്. ഞാനിപ്പോൾ ഐബ്രോയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ ഹോം മെയ്ഡായിട്ട് ചെയ്തൊരു ഐബ്രോ ജെല്ലാണ് കേട്ടോ. ഇതിൽ കാസ്റ്റർ ഓയിലും ബദാമൊക്കെ ഉള്ളതാണ്. ഇതാണ് ഞാൻ എൻ്റെ ഐബ്രോയ്ക്ക് യൂസ് ചെയ്യണത്. അത് നിങ്ങൾ വിശ്വസിക്കില്ല, നല്ല രീതിയിൽ ഐബ്രോ ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരാഴ്ച ആയതുള്ളൂ യൂസ് ചെയ്യാൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പിമ്പിൾ ഉള്ളതുകൊണ്ട് പിമ്പിൾ മാർക്ക് പോയി കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് ഓയിൽസൊക്കെ എൻ്റെ ഫേസിൽ തൊടാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഓയിൽ വരുന്നുണ്ട് ചെറിയ രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരാഴ്ച ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഐബ്രോ കണ്ടാൽ അറിയാം, കണ്ടോ,
നല്ല രീതിയിൽ ഐബ്രോ ഗ്രോത്ത് ഇത് ഇവിടെയൊക്കെ അത് നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടോ. ഒരാഴ്ച യൂസ് ചെയ്തപ്പോൾ ഉള്ള ഡിഫറൻസ്, എനിക്കിവിടെ മുമ്പ് ഒരു മുറിവ് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ ഐബ്രോ ഇല്ല. ഇപ്പോൾ ദേ അവിടെ ആയിക്കൊണ്ടിരിക്കുക, കണ്ടോ? ഐബ്രോ ഗ്രോത്ത് നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെയും രാത്രിയിലും ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇതിൽ ഓയിലിൻ്റെ കണ്ടൻറ്റ് കുറവാണ്. ഞാൻ ജെൽ ടൈപ്പ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു ഐബ്രോ ചെയ്യുന്നത് ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഐബ്രോ ചെയ്യുന്ന ഒരു സ്പൂളി എടുക്കുക, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഐബ്രോയിൽ തേച്ച് പിടിപ്പിക്കും. ഇത് ഈ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഐബ്രോ കറക്കും, അതേപോലെ തന്നെ നന്നായിട്ട് ഐബ്രോ വെക്കും കേട്ടോ. ഇത്തിരി പടർത്തി തേക്കും കേട്ടോ, കാരണം വെളിയിലൊന്നും പോവുകയാണെങ്കിൽ ചെയ്യരുത് കേട്ടോ. വീട്ടിൽ നിൽക്കുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക കേട്ടോ. വൃത്തിയായിട്ടൊന്നും ആവില്ല കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നാലും പിന്നീട് ഇത് നമ്മൾ ഐബ്രോയിൽ കറക്റ്റായിട്ട് ആയിക്കോളൂ കേട്ടോ. അപ്പം കുറച്ച് നേരം മാത്രമേ ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇതുകൊണ്ട് രണ്ടുണ്ട് ഗുണം. ഒന്ന്, നമുക്ക് ഐബ്രോ വളരാൻ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ, നമ്മുടെ ഐബ്രോ നല്ലൊരു കറുത്ത കളറാവാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ 2 ഗുണമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതെന്തായാലും ഒന്ന് തേക്കട്ടെ, എന്നിട്ട് കാണാവേ. അപ്പം ഞാൻ 2 പരുവത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് വൃത്തികേടാണല്ലോ എന്നൊന്നും തോന്നണ്ട. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഓയിലല്ലേ, ഇതെല്ലാം പോയിട്ട് നമ്മുടെ ആ ഒരു പരുവത്തിന് നല്ലൊരു കറുപ്പും നല്ല രീതിയിൽ ഇത് ഇരുന്നോളൂ കേട്ടോ. പിന്നെ നമ്മൾ പുറത്ത് പോകണമെങ്കിൽ ഇത് യൂസ് ചെയ്യരുത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന നിവ്യയുടെ ഒരു ലിപ് ബാമാണ്. ലിപ് ബാം SPF ഉള്ള ലിപ് ബാം ഡേ ടൈമിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. വളരെ മിനിമലായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള പ്രോഡക്റ്റ്സ് തിരഞ്ഞെടുക്കുക. എനിക്കറിയാം അത് ഇച്ചിരി പാടാണെന്നുള്ളത്, എങ്കിലും നമ്മൾ ഓരോന്ന് യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്കത് കറക്റ്റ് ആവും കേട്ടോ. ഇനിയിപ്പോൾ മുടി ഒന്ന് ചെടയൊക്കെ അറുത്ത് ഒന്ന് ചീപ്പി ഒന്ന് കെട്ടി വെക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഇനി എനിക്ക് പണികളുണ്ട്, അങ്ങോട്ടേക്ക് ഞാൻ പോകും കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഒരു സ്കിൻ കെയർ റുട്ടീൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതേപോലെ തന്നെ ഞാൻ ഈ യൂസ് ചെയ്ത എല്ലാ പ്രോഡക്റ്റും ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. അത്രയും നല്ല പ്രോഡക്ട്സുകളാണ് കേട്ടോ, അത്രയും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രോഡക്ട്സുകളാണ്. പിന്നെ എന്താണ്, പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാവേ. ബൈ.